ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് ഡിസംബർ 2. ഇന്ന് IPS ക്ലർക്കിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റ്, അതായത് നവംബർ 29 ഒരു ഷിഫ്റ്റ് കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോൾ പലർക്കും സങ്കടം വരുന്നു. കാരണം 29 നടന്ന എക്സാമിനേക്കാൾ ടഫായിരുന്നു രണ്ടാമത്തെ ഡിസംബർ 2 നടന്ന ഇന്ന് രണ്ടാമത്തെ ഷിഫ്റ്റ്. സോ നമുക്ക് പോകാം അതിലേക്കുള്ള അനാലിസിസ്, സെക്ഷൻ വൈസ് അനാലിസിസ്, ഏതൊക്കെയായിരുന്നു ടഫ് കാര്യങ്ങൾ, എന്താണ് അതുകൊണ്ടുള്ള മാറ്റങ്ങൾ, മാർക്കിനുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്ത് ഫസ്റ്റ് ഷിഫ്റ്റ് എഴുതിയവർക്ക് എന്ത് സംഭവിക്കും, ഇതൊക്കെ നമുക്ക് കാണാം. ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോകാം. സോ നമുക്ക് നോക്കാം ഡിസംബർ 2 ഇന്ന് നടന്ന ഷിഫ്റ്റിൻ്റെ അനാലിസിസിലേക്ക് പോകാം. ഇന്നത്തെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മൊത്തത്തിൽ പരീക്ഷ ഈസി ടു മോഡറേറ്റ് എന്ന ലെവലിലേക്കാണെങ്കിൽ, എന്നാൽ ഇന്നത് മോഡറേറ്റ് എന്നുള്ളതിലേക്ക് വന്നു. പല സെക്ഷൻസും മോഡറേറ്റും ഡിഫിക്കൽട്ടുമായി മാറുന്ന കഥയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പോകാം ആ കഥയിലേക്ക്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചോദിച്ചത്, അവസാനം നമുക്ക് ഈ പ്രാവശ്യത്തിലേക്ക് പോവുകയും ചെയ്യാം. സോ സെക്ഷൻ വൈസിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ആദ്യം കാണാം ഈ കൂട്ടത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരാൾ. ഈ കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും ടഫായി വന്ന ആൾ QA തന്നെയായിരുന്നു, അതിൽ സംശയം കാര്യങ്ങളൊന്നുമില്ല. ഇയാളെ നമുക്ക് വിശേഷിപ്പിക്കാം മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്ന് തന്നെ പറയാം. എന്നാലും മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്നായിരുന്നു. പലരുടെയും പ്രതീക്ഷകൾ തകർത്ത് കളയുന്നത് ഇയാളായിരുന്നു. ഈ പ്രാവശ്യം സെക്ഷൻ എയിലേക്ക് നോക്കിയാൽ ലൈൻ ഗ്രാഫ് ഉണ്ടായിരുന്നു വിത്ത് ടേബിൾ. നമ്മളൊരു പരീക്ഷയുടെ അറ്റംപ്റ്റ് വേഴ്സ് മാർക്ക്, അതിൻ്റെ നെഗറ്റീവ് മാർക്കിങ്, അങ്ങനെ കുറേ കൺഫ്യൂസിങ് ആയിരുന്നു. ആ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതായത് 12 മാർക്കിന്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 1 മാർക്കിനുണ്ടായിരുന്നു, ഇച്ചിലൂടെ ഇതുള്ളതായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എയിലും ഉണ്ട്, ബിയിലും ഉണ്ടായിരുന്നു. എയിലുള്ള ഇച്ചിലൂടെ ടഫായിരുന്നു. നമ്പർ സീരീസ് 3 സീരീസ് തന്നിട്ട് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ട് PQR എന്നുള്ള ഇതിലേക്ക് തന്ന് അത് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അരിത്തമെറ്റിക് 4 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. SICA, മെൻസുറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് ടഫായിരുന്നു സെക്ഷൻ എ എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് അധികം ഇതൊന്നും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 3 to 4 എന്നുള്ള ഇതിൽ DAയിലെ നല്ലത് കണ്ടുപിടിച്ച്, കാരണം DA തന്നെ ഒത്തിരി കാൽക്കുലേറ്റീവായിരുന്നു. അരിത്തമെറ്റിക് സെക്ഷൻ ബിയിലേക്ക് നോക്കുമ്പോൾ 7 ഉണ്ടായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. എന്നാൽ ചിലതൊക്കെ പുതിയ പാറ്റേണുകളായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ. പലതും കുട്ടികൾക്ക് മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു. കേസ്ലെറ്റ് DA ഉണ്ടായിരുന്നു, ബോയ്സ് ആൻഡ് ഗേൾസ് സാധാരണ ഉള്ള പോലെ. ടേബിൾ DA മൂവി ടൈപ്പ് ഉണ്ടായിരുന്നു, ഹൊറർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. അതിൻ്റെ പ്രോഫിറ്റ് ലോസ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആകെ 30 മിനിറ്റ് കൊണ്ട് ഭയങ്കര ലെങ്തിയാണ് ക്വസ്റ്റ്യൻസ്. DAയുടെ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചു വരുമ്പോൾ തന്നെ ഒരു സമയമാകുന്നു എന്നാണ് കുട്ടികളുടെ പരാതി. സോ നമ്മൾക്ക് നോക്കിയാൽ ഇവിടുന്നൊരു 8 to 10 മാക്സിമം മീൻസ് ആ ഒരു ഇതിലേക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ QAയുടെ, ഞാൻ അറ്റംപ്റ്റ് അല്ല പറയുന്നത്, രണ്ടിടത്തും കൂടെ മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു 9 to 14 ചെയ്താൽ നല്ലത്, 9 to 14 ചെയ്താൽ നല്ലതെന്നുള്ള അത്രയ്ക്ക് ടഫായിരുന്നു ഈ പ്രാവശ്യത്തെ QAയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ. എന്നാൽ ഫസ്റ്റ് ഷിഫ്റ്റിന് ഡിസംബർ 29 തന്ന ഷിഫ്റ്റിന് അത് ഈസി ടു മോഡറേറ്റ് എന്ന ലെവലിലേക്കായിരുന്നു. അവിടെയും ഏറ്റവും ടഫ് മാത്സ് ആയിരുന്നെങ്കിൽ പോലും അത് ഇച്ചിരി മോഡറേറ്റ് ടു ഈസി ആയിരുന്നു. അതിൻ്റെ അറ്റംപ്റ്റ് ലെവൽ നിങ്ങൾക്കറിയാം, അതിൽ കൂടുതൽ 20 അബോവിലേക്ക് വരുന്ന ഇതിലാണ്, 18 to 22 എന്നുള്ള ഇതിലേക്ക് വരും. എന്നാൽ ഇവിടെ വളരെ താഴ്ന്ന ഇതിലേക്ക് പോയി. ഇതായിരുന്നു QAയുടെ വിശേഷം. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കിടക്കാം നമ്മുടെ അടുത്ത സെഷനിലേക്ക്. റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതിലേക്ക് വരുമ്പോൾ റീസണിങ് കഴിഞ്ഞ ദിവസത്തിൻ്റെ അത്രയും എളുപ്പം എന്നുള്ള ഇതിലേക്ക് വരാൻ പറ്റില്ല. അത് ഈസി ടു മോഡറേറ്റ് എന്നുള്ള ലെവലിലായിരുന്നു. ഇതൊരു മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികം മറ്റതിൻ്റെ അത്രയും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളിലേക്കാണ് അത് പോയത്. അതിനാണ് ദെൻ സെക്ഷൻ എയിൽ കണ്ടത് 2 പസിലായിരുന്നു, മറ്റേടത്ത് 3 പസിലെങ്കിൽ ഇവിടെ 2 പസിൽ. ഒരു ഫ്ലോറ് 7 പേഴ്സൺസ് 7 ഫ്ലോർ 6 പേഴ്സൺ, അതായത് ഒരെണ്ണം വേക്കൻ്റ് ആണ്. ദെൻ ഏജ് വേരിയബിൾ, അവരെ ഏജിനനുസരിച്ച് അടുക്കി വെക്കുകയും വേണം. കുഴപ്പമില്ല, ബട്ട് അതൊരു ഡൂവബിൾ പസിൽ അല്ലായിരുന്നു, എന്നാൽ ഇച്ചിരി ടഫായിരുന്നു. എന്നാൽ രണ്ടാമത് വരുന്നു സർക്കിൾ സീറ്റിംഗ്. അന്ന് ലീനിയർ ആയിരുന്നു കഴിഞ്ഞ ഷിഫ്റ്റിനെങ്കിൽ ഈ പ്രാവശ്യം സർക്കിൾ സീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ബൈ ഡയറക്ഷനാണ്, ബൈ വേരിയബിളുമാണ്. അവർ അകത്തേക്കും പുറത്തേക്കും നോക്കിയിരിക്കുന്നവർ, എന്നാൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവർ കൂടുതലാണ്, 4 പേർ. അതാണ് 2 പേർ അകത്തേക്ക് നോക്കിയിരിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, അത് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ 2 പസിൽ. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ടും അത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വരുന്നത് അല്ലായിരുന്നു എന്നോർക്കുക അതിനകത്ത്.
സോ ഇൻപുട്ട് ഔട്ട്പുട്ടും ഇച്ചിരി ലെങ്തി ആയിരുന്നു. കോഡഡ് ബ്ലഡ് റിലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് റിലേഷൻ ഒഴിവാക്കി അവർ ഈ പ്രാവശ്യം അത് ബ്ലഡ് റിലേഷൻ സെക്ഷൻ എയിലേക്ക് വന്നു. 5 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കുറച്ചല്ലാത്തതും ഉണ്ടായിരുന്നു. മിസ്ലേനിയസ് വേർഡ് ഫോർമേഷൻ ഉണ്ട്, നമ്പർ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 6 to 9 ചെയ്യാമായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ, കാരണം കുറവാണ്. 6 to 8 ഞാൻ പറയും അതിനകത്ത്. എന്നാൽ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ക്രിട്ടിക്കൽ റീസണിങ് 7 മാർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫറൻസ്, അസംഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, എന്നാൽ കോഡിങ് ഹയർ ലെവൽ കോഡിംഗ് ആയിരുന്നു വന്നത്. അത് ഇച്ചിരി ഒരു ലെങ്തി ആയിരുന്നു. സിമ്പിൾസൊക്കെ വല്ലാത്ത ടൈപ്പ് സിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹയർ ലെവൽ നമ്പർ സിമ്പിൾ കോഡിംഗ് ആയിരുന്നു. ഡാറ്റ സഫിഷ്യൻസി 3 സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മന്ത്, വീക്ക്, പസിലൊക്കെയും ഇത് ചെയ്യുന്നു. അവിടെ ഒരു ഫ്ലോർ ബേസ്ഡ് പസിലുണ്ടായിരുന്നു. 8 പേരുടെ ഇതിലേക്ക് ബൈ വേരിയബിൾ ഇതിലേക്ക് വരുന്ന ആ ഒരു ഇതായിരുന്നു റീസണിങ്ങിന് കണ്ടത്. അങ്ങനെ 20-20 40 മാർക്കിലേക്ക് 40 ക്വസ്റ്റ്യൻസ് 60 മാർക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നത് 9, 8. സോ 18 to 25 നമുക്ക് അത്യാവശ്യം ചെയ്യാവുന്ന ഒരു ഇതിലേക്കായിരുന്നു റീസണിങ് വന്നിട്ടുള്ളത് അതിനകത്ത്. സോ നമുക്ക് അത്ര ഈസി എന്ന് പറയാനില്ല, ഈസി ടു മോഡറേറ്റ് എന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് മോഡറേറ്റ് മാത്രമാണ്. ഇതായിരുന്നു റീസണിങ്ങിൻ്റെ സെക്ഷൻസും അതിൻ്റെ അനാലിസിസ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. താരതമ്യേന മറ്റവരെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രേമികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ ഇംഗ്ലീഷ് സെഷൻ. എന്നാൽ നവംബർ 29 അത്രയും ഒരു ഇതിലേക്ക് അത് വരില്ല. മോഡറേറ്റ് എന്ന് നമുക്ക് പറയാം. ഈസി ടു മോഡറേറ്റ് എന്ന് പറയാൻ വരട്ടെ, മോഡറേറ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക്. സോ ഇംഗ്ലീഷിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ 2 കോംപ്രിഹെൻഷൻ്റെ ഇതുകൂടി 8, 7, 15 മാർക്കിലേക്ക് വന്നു. 2 മെഡിക്കൽ ടേംസുകൾ ഉള്ള കാര്യങ്ങളായിരുന്നു. ഒന്ന് കൊറോണറി ആർട്ടറി ഡിസീസിനും നോയിസ് റിഡക്ഷനും കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ. 2 DNA ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ മൊത്തം ഒരു മെഡിക്കൽ ഇതിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കോംപ്രിഹെൻഷൻ ടഫിലേക്ക് വന്നു. അതും 15 മാർക്ക് കോംപ്രിഹെൻഷൻ ഉണ്ടെന്ന് ഓർക്കുക. ദെൻ ഫൈൻഡ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് സെൻറ്റൻസ്, അത് നോക്കുക, അത് 5 മാർക്കിനുണ്ടായിരുന്നു. ദെൻ ഫില്ലേഴ്സ് പോലെ ഇൻകറക്റ്റ് വേർഡ് ഇൻ എ പാസേജ് A to G തന്നിട്ട് അതിൽ ഇൻകറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. അത് 7 മാർക്കിനുണ്ടായിരുന്നു. ദെൻ വേർഡ് സ്വാപ്പിംഗ് ഉണ്ടായിരുന്നു, കണക്റ്റേഴ്സ് ഉണ്ടായിരുന്നു, കോളം ബേസ് ആസ് യൂഷ്വൽ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളൊരു ഇതിലേക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് മോഡറേറ്റ് എന്ന ഇതിലേക്കാണ് വരുന്നതെങ്കിലും കഴിഞ്ഞ ദിവസത്തിൻ്റെ അത്ര അറ്റംപ്റ്റിലേക്ക് വരില്ല അതിലേക്ക്. സോ നമുക്കൊരു ഇതിലേക്ക് നോക്കിയാൽ 23 to 27 അതാണ് നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാൻ. 20 മേളിൽ മേടിക്കാൻ പറ്റും. നല്ല ഇതുള്ളവർക്ക് എങ്ങനെ ആയാലും 27, 28 അങ്ങനെ പോകും. 32, 33 വരെയും അതിൻ്റെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അനുസരിച്ച് പോകും. ഞാനൊരു ആവറേജിന് മുകളിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് നല്ലപോലെ ഉള്ളവർക്ക് 30 above മേടിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൻ്റെ അത്രയും മാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഇംഗ്ലീഷായിരുന്നു. ജി കെയെക്കുറിച്ച് പറയുമ്പോൾ GK ഉള്ളതിൽ എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു ഇതായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അതിനേക്കാൾ അത്യാവശ്യം എളുപ്പമുള്ള എല്ലാ സെക്ഷൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജനറൽ അവെയർനെസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ അവെയർനെസ് ഉണ്ടായിരുന്നു, സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, സ്കീംസ്, കാര്യങ്ങൾ, ഇതിനെല്ലാം ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു GK ആയിരുന്നു ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു 20 above നല്ല GK പ്രിപ്പയർ ചെയ്തവർക്ക് ഒരു 20 above എങ്ങനെയാണേലും സ്കോർ ചെയ്യാവുന്ന ഒരു ഇതിലായിരുന്നു. എന്നിരുന്നാലും ഒരു GK 17 to 22 ഒരു നല്ലതാണ്. 17 to 22 GKക്ക് 17 to 22 20 മേളിൽ സുഖമായിട്ട് മേടിക്കായിരുന്നു അതിന്. സോ നിങ്ങൾക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 സബ്ജക്റ്റ് ഇംഗ്ലീഷും GK ആയിരുന്നെന്ന് ഓർക്കുക. റീസണിങ് ഒക്കെ അതിൻ്റെ ഇതിലേക്ക് നിൽക്കത്തുള്ളൂ. സോ ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മൊത്തത്തിലുള്ള ഇത്. ഇനി നമുക്ക് മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് നോക്കാം. അപ്പോൾ നമുക്കിനിയും നമ്മൾ സെക്ഷൻ വൈസ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൊത്തത്തിലൊരു ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ടഫ് QA അത് ഡിഫിക്കൽട്ട് ലെവലായിരുന്നു. അത് കഴിഞ്ഞാൽ റീസണിങ് ഏകദേശം ഡിഫിക്കൽട്ട് എന്ന് പറയാൻ എന്നാലും മോഡറേറ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് മോഡറേറ്റ് ലെവലായിരുന്നു, എന്നാൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ അത്ര ഈസി അല്ലായിരുന്നു. GK കുഴപ്പമില്ലാതെ എല്ലാവർക്കും ഒരു ആശ്വാസമാകുന്ന ബാലൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു GK ആയിരുന്നു ഈ പ്രാവശ്യത്തേത്. നമുക്ക് മാർക്കിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും ഞാൻ അറ്റംപ്റ്റ് അല്ല എഴുതിയിരിക്കുന്നത്, മാർക്കാണ്.
QAയിലേക്ക് ഞാൻ പറഞ്ഞ പോലെ 10-14 നമുക്ക് മാർക്ക് എന്നെടുക്കാം. ഒരു കുഴപ്പമില്ലാത്ത അറ്റംപ്റ്റ് എന്നുള്ളത്. റീസണിങ് 18-25, ഇംഗ്ലീഷ് 23-27, GK 17-22. ഇതിൽ ഒരു 68-88 ഒരു സേഫ് അറ്റംപ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാം. അതിനകത്ത് ഇത് നിങ്ങളുടെ ആക്യുറേറ്റ് ആണെങ്കിൽ ഒരു 95% എങ്കിലും ആക്യുറസി ഇതിന് വേണം. ഇതാണ് നമ്മുടെ ഇത്. അല്ലാതെ ഇത്രയും ചെയ്തു വെച്ചു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ അത്രയും ശരിയായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ഈ സെക്ഷനിൽ കാണുന്നുണ്ട്. ഇനി എന്താണ് മുന്നോട്ട് നമുക്ക് നടക്കുന്നത്? ഇവിടെ നമ്മുടെ മുമ്പ് 2 ഷിഫ്റ്റുണ്ട്. ഒന്ന് നവംബർ 29 നടന്ന ഷിഫ്റ്റ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാമത് ഷിഫ്റ്റ് നടന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ കേരളക്കാർക്ക് ആശ്വസിക്കാം. കാരണം അവർക്ക് ആ നവംബർ 29 ഷിഫ്റ്റ് കൊണ്ട് അവരുടെ ഇത് നടക്കും അതിലേക്ക്. കാരണം IPSന് ആ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ പോയി എക്സാം എഴുതേണ്ട കാര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ എക്സാം എഴുതുന്നവരെല്ലാം കേരളത്തിൽ അപ്ലൈ ചെയ്തവരായിരിക്കും. അപ്പോൾ അവിടെ വേറെ ഷിഫ്റ്റ് വരാത്തിടത്തോളം കാലം കഴിഞ്ഞ ദിവസം അനാലിസിസ് ആയിരിക്കും അവർക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. നിങ്ങൾ കർണാടകയാണോ തമിഴ്നാട് എനിക്കറിയില്ല, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും കാണാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ആളുകൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലായിരിക്കാം. അപ്പോൾ ഡബിൾ ഷിഫ്റ്റ് വേണ്ടി വരും. കർണാടകയിൽ എന്തായാലും 2 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഷിഫ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഐറ്റംസ് ഒരു 90 സംതിങ് 100 സംതിങ് വന്നു. എന്നാൽ ഇവിടെ അത്രയും വന്നിട്ടില്ലെന്നർത്ഥം. ഏകദേശം ഒരു 15-20 വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈസി ഷിഫ്റ്റ് കിട്ടിയവർ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഇവിടെയാണ് ഇനിയും പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ 2 ഷിഫ്റ്റ് ഉള്ളിടത്തോളം കാലം നോർമലൈസേഷൻ പ്രോസസ്സിലേക്ക് വരും. നോർമലൈസേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതിനകത്ത് നിങ്ങളുടെ ആക്യുറസി, അതായത് നിങ്ങളൊരു ഡിഫിക്കൽട്ട് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ആക്യുറസി ലെവലാണ് അവർ നോക്കുന്നത്. നിങ്ങളൊരു ഡിഫിക്കൽട്ട് എക്സാം, ഇപ്പോൾ ഉദാഹരണം നമ്മൾ റീസണിങ്ങിൽ 2 ബസ്സിലും നിങ്ങൾ ചെയ്തു എന്ന് വെക്കുക. സെക്ഷൻ എയിലെ 2 ബസ്സിലും ചെയ്തു. 2 ബസ്സിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 10 × 20 മാർക്ക് കിട്ടും. സോ നിങ്ങൾ ആക്യുറസി കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് 25ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ ആക്യുറസി ആണ്. ഇപ്പോൾ ഒരു DA 5 ശരിയാക്കിയാൽ 5 മാർക്കിന് പകരം 10 മാർക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റവർക്ക് ഈസി ഷിഫ്റ്റിലുള്ളവർക്ക് അത് കുറയുന്നതനുസരിച്ച്, അവരുടെ ആക്യുറസി കുറയുന്നതനുസരിച്ച് വളരെ നെഗറ്റീവിലേക്ക് വരും. അപ്പോഴാണ് പലരും പരാതി പറയുന്നത്, സാറേ ഞാൻ ഒരു 100 എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയത് 80 ഉള്ളൂ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈസി ഷിഫ്റ്റിലായിരുന്നുകൊണ്ട് നിങ്ങളുടെ ഒരു തെറ്റിന് പകരം അവർ അത് മാർക്ക് നല്ലപോലെ കുറയ്ക്കും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോൾ, നോർമലൈസേഷനിലേക്ക് വരുമ്പോൾ, ഇന്ന് ഷിഫ്റ്റ് ചെയ്തവർക്ക് അവരുടെ ഷിഫ്റ്റ് പാടായിരുന്നു. പ്രത്യേകിച്ച് മാത്സിന് നല്ലപോലെ നോർമലൈസേഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്സിനും വരും, റീസണിങ്ങിനും വരും. കാരണം രണ്ടും ഇന്നത്തെ ഡിഫിക്കൽട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇംഗ്ലീഷിനും ഇതിനും അധികം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2 കാര്യങ്ങൾ എഴുതിയവർക്ക് ഇന്നത്തെ ആക്യുറസി കീപ്പ് ചെയ്തിട്ടാണ് അവർ എഴുതിയെങ്കിൽ ഇന്നത്തെ കർണാടക, തമിഴ്നാട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ കട്ട് ഓഫ് കുറയും. ബട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടും. നിങ്ങൾ ഇന്ന് എഴുതിയതിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ മാർക്ക് കൂടും. കാരണം നോർമലൈസേഷൻ. 29-ാം തീയതി എഴുതിയവർക്ക് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ മാർക്ക് കുറയും. കാരണം നോർമലൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ അവർ സൂക്ഷിക്കുക. കേരള പോലുള്ള സ്റ്റേറ്റുകൾ ആ 1ാമത്തെ ഷിഫ്റ്റ് കൊണ്ട് തന്നെ ധാരാളമായിരിക്കും. ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ എക്സാമിൻ്റെ അനാലിസിസ്. മൊത്തത്തിലുള്ള അനാലിസിസ് വരുമ്പോൾ, നമ്മുടെ സേഫ് അറ്റംപ്റ്റ് വരുമ്പോൾ, ഇതൊരിക്കലും അറ്റംപ്റ്റ് അല്ല, മാർക്കാണെന്ന് ഓർക്കുക. ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇന്നത്തെ ഇതിലേക്ക് ഒരു നല്ല ഇതിൽ ആൾക്കാർ എത്തുകയുള്ളൂ എന്ന് ഓർക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ജനറൽ ഇതാണ്. OBCക്ക് 7 മാർക്കോളം 5 മാർക്കോളം കുറയും. അങ്ങനെ നിങ്ങൾക്കറിയാം. ഓരോ പ്രാവശ്യത്തെ ട്രെൻഡ് എടുത്ത് നോക്കിയാൽ മതി. അതിനനുസരിച്ചുള്ള ഇതായിരിക്കും നിങ്ങൾക്ക് ഇത് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ 2025 ഡിസംബർ 2 മൊത്തത്തിലുള്ള അനാലിസിസ്. അപ്പോൾ നമ്മൾ നവംബർ 29 ഷിഫ്റ്റിൻ്റെ നേരത്തെ കണ്ടു. ഡിസംബർ 2 ഷിഫ്റ്റ് കണ്ടു. ഡിസംബർ 2 ഷിഫ്റ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് പല പ്രതീക്ഷകളും തരുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് ഈ 2 ഷിഫ്റ്റ് 3 ഷിഫ്റ്റിനോട് ബേസിക്കലി എതിർപ്പാണ്. കാരണം അധ്വാനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഗ്യക്കേട് കൊണ്ട് പലപ്പോഴും അവർ അർഹിക്കുന്ന മാർക്ക് ലഭിക്കാതെ പോകും. എങ്കിലും നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക. നമ്മുടെ ഹാർഡ് വർക്ക് ഒരിക്കലും പാഴാകുകയില്ല എന്ന് ഓർക്കുക. എല്ലാവരും നല്ല പോസിറ്റീവായിരിക്കുക, നല്ല ഇതിലേക്ക് പോവുക. നല്ല അറ്റംപ്റ്റ് ഉള്ളവർക്ക് ഒരിക്കലും അത്രയും കുറയില്ല എന്ന് ഓർക്കുക. അവരെപ്പോഴും ഒരു സേഫ്
സോണിലായിരിക്കും. അല്ലാതെ നിങ്ങൾ ഭാഗ്യം കൊണ്ട് വന്നവരോ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ കാര്യങ്ങളോ നിങ്ങൾ അത്രയും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഇത് നിങ്ങൾക്ക് ലഭിക്കും. ഓർക്ക് IBPS SBI ക്ലർക്ക് പോലെയല്ല, നിങ്ങൾ ബാക്കിയെല്ലാം എഴുതിയാലും സെഷൻ കട്ട് ഓഫ് പോയാൽ പിന്നെ രക്ഷയൊന്നുമില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു വിജയാശംസകൾ ഞാൻ നേരുന്നു. മുന്നോട്ടുള്ള പരീക്ഷയിൽ IPS RRB PO ക്ലർക്ക് അതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു. കൂടുതൽ ഈ ആഴ്ച വരുന്നതും അടുത്ത ആഴ്ച വരുന്ന RRB ക്ലർക്ക് പ്രിലിംസിലേക്കുള്ള ഇത് നടത്തുക, RRB PO മെയിൻസിലേക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ നടക്കുക, GK ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക, കഠിനമായി അധ്വാനിക്കുക, നല്ല മൈൻഡോട് കൂടിയിരിക്കുക. നിങ്ങളെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്ന് ഓർത്തോളുക. പരാജയങ്ങൾ നമ്മളെ തളർത്തരുത്. പരാജയങ്ങൾ നമുക്ക് നേരിട്ടേക്കാം, അതിൽ നിന്ന് തളരാതെ മുന്നോട്ട് വന്ന് ഒരു വിജയിയായി നിങ്ങളെ നോക്കുന്നവരെ അത്ഭുതപ്പെടുത്തുക. ഇത് നിങ്ങളെക്കൊണ്ട് കഴിയും, നിങ്ങളെക്കൊണ്ടേ കഴിയൂ, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൈനിങ് ഓഫ്, ടോബി ശരത് തോമസ്.